പുനർജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസായില്ലേ ഞാനിപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ കേസുകളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് പറഞ്ഞു നിർത്തിയത് മെഡിക്കൽ ബോർഡിൽ നിന്ന് ഞങ്ങൾക്ക് ഓഗസ്റ്റ് 19 സർജറിക്കുള്ള ഡേറ്റ് തന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കുട്ടിക്കാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ ചില തിരിച്ചറിവുകൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ ഹോസ്പിറ്റൽ ലൈഫിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണണം. അന്ന് ഞാൻ പറഞ്ഞു 19-ാം തീയതി ഡേറ്റ് തന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞാനും ഹസ്ബൻഡും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് അവൾ 19-ാം തീയതി ആയതുകൊണ്ട് തന്നെ 17-ാം തീയതി രാവിലെ അവൾ ഇവിടെ വീട്ടിലേക്ക് ഞങ്ങളിവിടെ നിൽക്കുന്ന ഈ വീട്ടിലേക്ക് അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിറച്ചനായിരുന്നു അവളെ കൊണ്ടുവരാമെന്ന്. കാരണം അത്യാവശ്യം നമുക്ക് 2 മാസം അവിടെ നിൽക്കണ്ടേ. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ചിറച്ചൻ പറഞ്ഞു കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിറച്ചൻ്റെ വണ്ടിയിലാണ് അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വരുന്ന സമയത്ത് തന്നെ എൻ്റെ വല്യച്ഛൻ്റെ മോന് ഇവിടുന്ന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോക്കിൽ തന്നെ അവർ നേരെ എയർപോർട്ടിൽ പോയി. ഏട്ടൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അധികം ഇൻഫെക്ഷൻ വരുമെന്ന് പറഞ്ഞിട്ട് ആരും വരാൻ പാടില്ല. അപ്പോൾ അവരധികം ഉള്ളിലേക്ക് അങ്ങനെ കയറാതെ പുറത്ത് നിന്ന് എന്നെ കാണാൻ ഏട്ടൻ ഒരു 10-25 ദിവസം ലീവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നാൽ കണ്ടിട്ട് പോകാം. കാരണം ഇനിയിപ്പോൾ സർജറി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പിന്നെ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞു കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഫാമിലി എല്ലാവരും കൂടി ഇവിടെ വന്ന് എൻ്റെ അടുത്ത് എന്നെ കണ്ട് കുറച്ച് നേരം നിന്നിട്ടാണ്. ഫുഡൊന്നും കഴിച്ചില്ല. അവർ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ ഇവിടെ വന്ന് എന്നെ കണ്ട് സംസാരിച്ച് അങ്ങനെ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ചേച്ചീനെ ഇവിടെ ആക്കിയിട്ട് അവർ ആ വണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവർ തിരിച്ചു പോയി. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് 19-ാം തീയതി ആണെങ്കിലും ഞങ്ങളോട് പറഞ്ഞ പ്രകാരം 18-ാം തീയതി രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലണം. അത്യാവശ്യം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ അവിടുന്ന് ലാസ്റ്റത്തെ ഡയാലിസിസ് ഒരു ഡയാലിസിസ് കൂടെ ചെയ്തിട്ട് വേണം നമുക്ക് സർജറിക്ക് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഏതായാലും എൻ്റെ ഞാൻ എപ്പോഴും പറയാറില്ലേ, എനിക്ക് ഡയാലിസിസ് ഭയങ്കര പേടിയുള്ള സംഭവമാണ്. ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പേടിയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഇപ്പോഴും വയ്യ കേട്ടോ. എനിക്ക് ആ ഒരു ടെൻഷൻ എനിക്ക് ഇപ്പോഴും വയ്യ. അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞല്ലോ ഇത്രയും ദിവസം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ആ ഡയാലിസിസിൻ്റെ ആ ഒരു പ്രോബ്ലം, ആ ഛർദിയായാലും തലർക്കായാലും പിന്നെ ആ ഒരു തലയ്ക്കുള്ള ഒരു എന്താ പറയുക ഒരു അമ്പരപ്പും ഇതൊക്കെ അവിടെ തീരുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ച് അതുവരെ ഞാൻ ആ സർജറിനെ കുറിച്ചൊന്നും വല്ലാതെ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു സ്വഭാവമുണ്ട്. എല്ലാവരും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നോർമലി ഒരു ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സർജറി എന്ത്. എനിക്ക് ആ പരിപാടിയില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മളെ ചിലപ്പോൾ പല ആളുകളെയും അത് പല രീതിയിലാണ് ബാധിക്കുക. കാരണം നമുക്ക് പേടിപ്പെടുത്തുന്ന ചില ആളുകൾക്ക് അറിയും. അത് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ കയറും, BP കയറും. അങ്ങനെ ചില ആളുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു കഴിഞ്ഞ് എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റണ്ട. ചിലപ്പോൾ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ അറിയാമല്ലോ, BP കൂടാൻ പാടില്ല, എല്ലാം നോർമലായിരിക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ എൻ്റെ ഈ രോഗം അറിഞ്ഞ് തൊട്ടിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യലുള്ളത്. അതായത് സെർച്ച് ചെയ്യലോ. അതെന്താ വെച്ചാൽ എൻ്റെ കഴിഞ്ഞല്ലോ സർജറി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്യൽ തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെ സർജറി കഴിയുന്നവരെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പരിപാടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു ഞാൻ നേരെ ഡോക്ടറോട് ചോദിക്കും. ഡോക്ടർ പറയുന്ന മറുപടിയിലാണ് ഞാൻ ആശ്വാസം കണ്ടെത്തൽ. അല്ലാതെ ഞാൻ ഒരിക്കലും അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എൻ്റേതായ നിഗമനങ്ങൾ എത്തിച്ചേരുക അങ്ങനത്തെ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അത് പ്രകാരം തന്നെ ഈ ഒരു ഡയാലിസിസ് കഴിയും ഇനിയിപ്പോൾ എനിക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ സർജറി അല്ലേ, ആ രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 16-ാം തീയതി വൈകിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാർഡിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട എന്ത് കാര്യങ്ങളും നിങ്ങളത് കറക്റ്റ് ഇവിടെ എടുത്തു വെക്കണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ 18-ാം തീയതി രാവിലെ 6 മണിക്ക് ഞങ്ങൾ ലാബിലാണ് എത്തിയത്. അപ്പോൾ അമ്മയും ചേച്ചിയും ഒരു 9 മണിക്ക് എത്തിയാൽ മതി പറഞ്ഞു. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡ് രാവിലെ 6 മണിക്ക് പോയി. ആദ്യം ലാബിൽ പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. നേരെ ഞങ്ങൾ ഡയാലിസിസിൻ്റെ റൂമിലേക്ക് കയറി. പിന്നെ അവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ ഇറക്കുന്നത്. ആ സമയം കൊണ്ട് ഹസ്ബൻഡ് പോയിട്ട് ചേച്ചിയുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ എന്ത് ചെയ്തു, നേരെ വാർഡിലേക്ക് ട്രാൻസ്പ്ലാന്റിൻ്റെ വാർഡിലേക്ക് അവരെ മാറ്റി. അവർക്ക് ഡോണർക്ക് സെപ്പറേറ്റ് റൂമാണ്. അപ്പോൾ അമ്മയും ചേച്ചിയും അവർക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അവർ ആ റൂമിൽ കയറ്റി അവരവിടെ ഇരുന്നു. പിന്നെ എൻ്റെ ഡയാലിസിസ് കഴിഞ്ഞ് വരുന്നപ്പോഴേക്കും ബാക്കിയുള്ള പേപ്പേഴ്സുകളൊക്കെ റെഡിയാക്കാനുള്ളതൊക്കെ ശരിയാക്കി ഞാനും ഹസ്ബൻഡും കൂടെ നേരെ
അവിടെ നേഴ്സുമാരോടുകൂടി അവർ നേരെ കൊണ്ടുവന്നത് എന്നെ ആ വാർഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ വാർഡിലേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ വാർഡിലേക്കുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ ഒരു വാർഡിൻ്റെ പ്രത്യേകത ഫസ്റ്റ് നമ്മൾ കയറി വരുന്നത് ഡോണർക്കുള്ളതാണ്. നമ്മൾ ഒരു 4-5 റൂമുള്ളത് അവർ ആരാണോ കൊടുക്കുന്നത് അവരും അവരെ ബൈസ്റ്റാൻഡർ നിൽക്കാൻ അവർക്ക് മാത്രം നിൽക്കാൻ പറ്റുള്ളൂ, വേറെ ഒരുപാട് ആളൊന്നും പറ്റില്ല. അങ്ങനെ അവർക്കുള്ളൊരു 3-4 റൂം. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്തേക്കാണ് ട്രാൻസ്പ്ലാന്റിൻ്റെ വരുന്നത്. അത് കാരണം എന്താ വെച്ചാൽ അവിടേക്ക് ഈ ഒരു സെക്ഷൻ തന്നെ അവർക്ക് പ്രവേശനമില്ല. പക്ഷെ ഇവിടേക്ക് തീരെയില്ല. കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ, ചെയ്യാൻ പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള അവർക്കാണ് ഒരു 4 റൂമുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ചെയ്ത സമയത്ത് ചെയ്ത് കിടക്കുന്ന ആളുകളുടെ അപ്പുറത്തുണ്ട്, ചെയ്യാൻ പോകുന്നവരുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ള പയ്യൻ ഞാൻ പറഞ്ഞിരുന്നു വന്നല്ലേ, തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം സർജറി ഡേറ്റ്, അവനവിടെ അഡ്മിറ്റ് ഉണ്ട്, ഞാൻ ഇപ്പുറത്തുണ്ട്, ചെയ്ത് കഴിഞ്ഞ് വേറൊരു വ്യക്തിയുണ്ട്, പിന്നെ ഒരു റൂം ബ്ലാങ്കായിട്ട് കിടക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഡയാലിസിസ് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കൊന്നിനും പുറത്തു പോകണ്ട. എല്ലാം ഭക്ഷണം പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് അവർ പിന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നഴ്സുമാരാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ വന്നിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ബാക്കിയൊന്നിനും നമുക്ക് പുറത്തേക്ക് പോകണ്ട, കറക്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിട്ടായപ്പോഴേക്കും പിന്നെ അവർ വന്ന് പറഞ്ഞു, ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വൈകിട്ടൊരു 8 മണിയോട് കൂടിയിട്ട് നിങ്ങൾ 8-9 മണി അതിൻ്റെ അപ്പുറം പോകരുത്, ഫുഡ് കഴിക്കണം. പിന്നെ നിങ്ങൾ ഫുഡ് ഒന്നും കഴിക്കരുത്. ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കരുത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും കഴിക്കരുത്. കാരണം പിറ്റേ ദിവസം നമുക്ക് സർജറി ഉള്ളതാണ്, പിന്നെ നമുക്ക് ഒന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. അത് പ്രകാരം അവർ പറഞ്ഞ പ്രകാരം തന്നെ ഞങ്ങൾ ഒരു 8-8:30 ആകുമ്പോഴേക്കാണ് കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചത്. സത്യത്തിൽ ആ ഒരു ദിവസം അതുവരെ ഇല്ലാതെ ഇപ്പം നമ്മളതുവരെ ഞാൻ ഡയാലിസിസിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഡയാലിസിസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, പോകുമ്പോഴുള്ള ടെൻഷൻ, അതൊക്കെയാണ്. അതുവരെ ഞാൻ സർജറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സെർച്ച് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇതെന്താണ് ഏതാണ് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, നമുക്കൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കണ്ടെത്തുക, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക, ഈ പരിപാടി എനിക്കില്ല. ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് BP കൂടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതും പ്രശ്നമാണ്. അറിയാമല്ലോ, സർജറിക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും നോർമലായിരിക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ വൈകിട്ടായപ്പോൾ രാത്രി കിടക്കണ സമയത്ത് ഞാൻ കുറച്ചധികം ആ ഒരു കാര്യത്തെക്കുറിച്ച്, നാളത്തെ ആ ഒരു ദിവസത്തിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് ചിന്തിച്ചു. അപ്പോൾ സത്യത്തിൽ ഉറക്കം കുറച്ച് കുറവ് നല്ല നന്നായിട്ട്. ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയേണ്ട കുഴപ്പമൊന്നുമില്ല, ഇതിലും വലുത് കഴിയുന്നുണ്ട്. കാരണം അവിടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഈ ഒരു സർജറി എങ്ങനെയാവും, എനിക്ക് സെർച്ച് ചെയ്യാൻ പേടി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ആകെ ഞാൻ കണ്ടത് ഓപ്പറേഷൻ തിയേറ്റർ എൻ്റെ കുട്ടികളെ, എൻ്റെ 2 മക്കളെ സിസേറിയൻ ചെയ്യുന്ന സമയത്താണ് ആ തിയേറ്റർ കണ്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു അവസ്ഥ എന്താണ്, എങ്ങനെയാണ് ഒന്നും അറിയില്ല. ഭയങ്കര ഒരു ടെൻഷൻ, ഒന്നിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നാളത്തെ ആ ഒരു ദിവസം എങ്ങനെയാവും, ആ ഒരു സർജറി, പിന്നെ മാത്രമല്ല അമ്മയുണ്ടല്ലോ കൂടെ, അമ്മയാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പേടിയൊക്കെ തുടങ്ങി. പിന്നെ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞത് ഉച്ചയ്ക്കായിരിക്കും ഗണിതയുടേത്. കാരണം രാവിലെ ഹൻസിൽ അവനെയാണ് കൊണ്ടുപോകുന്നത്, എന്തായാലും ഒരു 5-6 മണിക്കൂർ ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഒരു പിറ്റേ ദിവസം, അതായത് സർജറീൻ്റെ ആ ഡേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇതിനെക്കുറിച്ച് ആലോചിച്ച്, ആ ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് അന്ന് ഞാൻ ഉറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം ദൈവത്തിനോട് ഞാൻ ആകെ പ്രാർത്ഥിച്ചിത്രേ ഉള്ളൂ, എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ലേ, എനിക്കും അമ്മയ്ക്കും, എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ലേ, ഒരു ടെൻഷനും ഇല്ലാതെ നാളത്തെ ഒരു ദിവസം നീ കഴിച്ചിരുന്നതിന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. നിങ്ങൾക്കറിയാലോ, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആകെ ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിച്ചൊരു കാര്യം അപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അങ്ങനൊരു അവസ്ഥ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ശരിയാവും. കാരണം ഇത്രയും കാര്യങ്ങൾ ദൈവം എനിക്ക് തന്നില്ലേ, ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞു പോയാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എനിക്ക് അടിപൊളിയായിട്ട് ജീവിക്കാമല്ലോ. അത് മാത്രമാണ് ഞാൻ അന്ന് രാത്രി അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. അത്യാവശ്യം നല്ലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുട്ടികളെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുട്ടികളെ അവർ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചിലതൊക്കെ എന്നും ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് കൊണ്ടുവരാനും കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യണം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ആ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ അന്ന് രാത്രി ആ ഒരു പിറ്റേ ദിവസം എങ്ങനെയാവും എന്താവും എന്നുള്ള ഒരു ആകുലത എന്ന് പറയില്ലേ, അതോടുകൂടിയാണ് ഞാനന്ന് കിടന്നുറങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലേക്കുള്ള ആ ഒരു ആ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ കിടന്നു. ആ ഓപ്പറേഷൻ്റെ ആ ഒരു വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.